ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വാഗമൺ വരെ യാത്ര പോയാലോ? ഇടുക്കി കോട്ടയം ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ വാഗമൺ. ഈരാറ്റുപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ കിഴക്കായിട്ടാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ നേരിയ തണുപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലിനൊപ്പം തന്നെ ഇവിടെ തണുപ്പും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യം മുട്ടക്കുന്നിലേക്കാണ് പോയത്. അവിടെ പല ഭാഗങ്ങളിലായിട്ട് ആളുകൾ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ചുറ്റും ഇതുപോലെ പല നിറത്തിലുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ മുട്ടക്കുന്നിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ അതിലേറെ ഭംഗി പിന്നീട് തുടർന്ന് നടക്കും തോറും നമുക്ക് അനുഭവപ്പെട്ടു കേട്ടോ. അപ്പോൾ തുടർന്ന് മുന്നോട്ട് അങ്ങനെ നടക്കും തോറും ഭംഗി കൂടി വരികയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ അതിരിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ അടി ഉയരത്തിലാണ് കേട്ടോ വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ്. പിന്നെ തേയിലത്തോട്ടങ്ങൾ, പുൽത്തകിടുകൾ, മഞ്ഞ്, ഇതുപോലെ മുട്ടക്കുന്നുകളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത ഷോപ്പിൽ പല പൂക്കളുള്ള ചെടികളുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല നിറത്തിലും പല വലിപ്പത്തിലൊക്കെ ഉള്ളത്. മിക്കതും വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്, വെയിൽ കൊള്ളാൻ പാടില്ലാത്തതാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സസ്യങ്ങളായിരുന്നു കേട്ടോ അവിടെ കൂടുതൽ വിൽക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കണമായിരുന്നു. പിന്നെ പോയത് പൈൻ വാലിയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ മറ്റൊരു അത്ഭുതമാണ് അവിടെ ഉണ്ടായിരുന്നത്. താഴേക്ക് ചെല്ലും തോറും കൂടുതൽ ഭംഗി നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പോയത് അഡ്വഞ്ചറസ് പാർക്കിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ പല വ്യത്യസ്ത കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയത്. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ വീണ് പോകുമ്പോൾ ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റ് വീശുമ്പോൾ ഈ ബ്രിഡ്ജ് ആടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനപ്പുറത്തുള്ള ടവറിൽ കയറിയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് എല്ലാ കാഴ്ചകളും നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ഒരു ടവറിൻ്റെ മുകളിലാണ് ആദ്യം നിന്ന് നോക്കിയത്. അപ്പോൾ ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് പകുതി വരെ കാണാം. പക്ഷേ ഈ ഒരു ടവറിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ എല്ലാവരും ഈ ഒരു അഡ്വഞ്ചറസ് പാർക്കിൽ ഓരോരോ ഇതിലൊക്കെ കയറി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ കുറേ നേരം നോക്കി നിന്നു. പറഞ്ഞാലും കണ്ടാലും തീരാത്ത പ്രകൃതി സൗന്ദര്യമായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ കുറേ നേരം അതെല്ലാം നോക്കി ആസ്വദിച്ച് നിന്നു. വീണ്ടും എന്തൊക്കെയോ പണിയുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ പൊളിച്ചിട്ടൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടി ദൂരെ നിന്ന് നോക്കിയപ്പോൾ എങ്ങനെയാണ് കാഴ്ചകൾ കാണാൻ സാധിച്ചത്. അകലെ മലയും അതുപോലെ തന്നെ കൊക്കകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇതിൽ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വീണ്ടും ആ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ താഴേക്ക് നോക്കി നിന്നു. അപ്പോഴേക്കും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു കേട്ടോ. ഇവിടെ നിന്നും വീണ്ടും റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയം അതിനനുവദിച്ചില്ല കേട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് വ്യൂ പോയിൻ്റ് കണ്ടു, വ്യൂ പോയിൻ്റിലെ കാഴ്ചകൾ കണ്ടു. അപ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ പാറ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാറ പൊട്ടിച്ചാണല്ലോ ഇതേപോലുള്ള റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് കണ്ടു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ അൽഫോൺസാമ്മയുടെ പള്ളിയിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു. അത്രയേ ഉള്ളൂ.